ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിവിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഹോസ്പിറ്റലിൽ ജീവനായി പിടയുന്ന അമ്മയുടെ കാര്യമോർത്തപ്പോൾ അവന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അമ്മ രാജേശ്വരി ഉറക്കഗുളിക കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത് ഒരൊറ്റ വാശിപ്പുറത്താണ്. രാഗിണിയുമായിട്ടുള്ള നിവിന്റെ വിവാഹത്തിന് അവൻ സമ്മതിക്കണം. അമ്മയുടെ അബോധാവസ്ഥയിലുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ ആ ജീവന് മുന്നിൽ സ്വന്തം സന്തോഷങ്ങളെല്ലാം തന്നെ ബലി കൊടുക്കാൻ നിവിൻ നിർബന്ധിതനായി പോയി. പക്ഷേ ആ സമ്മതം അവന്റെ ആത്മാവിനെ തുളച്ചുപോയൊന്നായിരുന്നു. ഇടവഴിയിലൂടെ സ്കൂട്ടർ ഓടിച്ചു വരികയായിരുന്ന കാവേരിയെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ നിവിൻ കാറ് കുറുകെ നിർത്തിയിട്ടിട്ട് മുഖത്തേക്ക് ഒരു ഇരുട്ട് വീണ ഭാവത്തോടു കൂടെ തന്നെ അവൻ വഴി തടഞ്ഞു നിന്നു. കാവേരിയെ കണ്ട വഴി അവൻ കാവേരി വണ്ടി വേഗത കുറച്ചിങ്ങനെ നിർത്തിക്കൊടുക്കുകയാണ്. അവന്റെ കണ്ണുകളിലെ കലക്കവും വിറക്കുന്ന ചുണ്ടുകളും കണ്ടപ്പോൾ തന്നെ ആ നെഞ്ചിലെ തീ കാവേരി തൊട്ടറിഞ്ഞു. കാവേരി, നിവിന്റെ ശബ്ദമിടറി. ഇവിടെ നിന്ന് നിങ്ങളും കുടുംബവും എല്ലാവരും പോവാണല്ലേ? എന്താ കാവേരി ഇത്? ഇതുവരെ ഇവിടെ എന്ത് നടന്നാലും നീയും കുടുംബവും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്നൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോവാണല്ലോ. ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ കാവേരി? കാവേരി തല താഴ്ത്തി. അവന്റെ ചോദ്യത്തിനു മുന്നിൽ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം നിറഞ്ഞു. പക്ഷേ അതവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മുഖം വശത്തേക്കങ്ങ് തിരിച്ചു. ഇല്ല നിവിൻ, ഇനി നമ്മൾ തമ്മിൽ കാണാൻ വഴിയില്ല. ഇല്ലാന്നോ? നിവിൻ ആകെ വിതുമ്പിപ്പോയി. അവൻ അവളുടെ അടുത്തേക്ക് ഒരു പടി കൂടി ചേർന്ന് നിന്നു. നീ തുരന്തപുരത്തല്ല, ഈ ലോകത്തിന്റെ ഏത് മൂലക്ക് പോയാലും ഞാൻ വരും കാവേരി. ഈ പ്രപഞ്ചത്തിന്റെ ഏതറ്റം വരെയും നിന്നെ ഞാൻ തിരഞ്ഞു വരും. ആരും കാണാതെയാണെങ്കിലും ഞാൻ നിന്നെ വന്ന് കാണും. കാവേരിക്ക് ഒരു കാര്യം അറിയാമോ? ഇപ്പോൾ ഞാൻ ജീവനോടെ നിൽക്കുന്നത് പോലും നിന്റെ ഈ ഓർമ്മകളുള്ളത് കൊണ്ട് മാത്രമാണ്. അമ്മ ആശുപത്രിയിലാ കാവേരി, ഞാൻ കാരണം. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാ അമ്മ ഉറക്കഗുളിക എടുത്ത് കഴിച്ചത്. എൻ്റെ കുടുംബം അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ വേണ്ടി കാവേരി? നിവിൻ ഒന്ന് ദീർഘവിശ്വാസം എടുത്ത് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. നീ വിചാരിക്കുന്നത് പോലെ രാഗിനെ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അമ്മ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിക്കൊണ്ട് മാത്രമാ ഞാൻ താലികെട്ടിന് ആ ഒരു തല വെച്ച് കൊടുക്കുന്നത് തന്നെ. പക്ഷേ ഇപ്പോഴും ഈ കല്യാണം മുടങ്ങാൻ ഞാൻ പൊരുതി നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഇവിടെ നിന്ന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭയം തോന്നുന്നു കാവേരി. നീ ഇല്ലാതെ ഈ പുഷ്പവാടിയിൽ എനിക്ക് ഒറ്റക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് കാവേരി. ആ വാക്ക് കേട്ടപ്പോൾ കാവേരിയുടെ ഉള്ളിലെ ഇടിമിന്നൽ മിന്നി മറിഞ്ഞു. ആ ഇഷ്ടം അവൾക്ക് നേരത്തെയും അറിയാമായിരുന്നു. വാക്കുകൊണ്ട് അവൻ പറഞ്ഞിരുന്നില്ല എങ്കിലും അവൻ്റെ ഓരോ നോട്ടവും കരുതലും ആ പ്രണയം അവൾ അനുഭവിച്ചതുമാണ്. പക്ഷേ ഇന്ന് ആ പ്രണയം ഏറ്റുവാങ്ങാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ചുമലിൽ മുഴുവൻ കുടുംബത്തിന്റെ ഭാരമുണ്ടായിരുന്നു അവൾക്ക്. നിവിൻ എന്തൊക്കെയായി പറയുന്നത്? കാവേരിയുടെ ശബ്ദം കടുപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ കൂടെ പോര് കാവേരി. നിവിൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ അങ്ങ് പിടിക്കണേ. നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ഒരിടത്ത് പോയി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം കാവേരി. കാവേരി ശാന്തമായി സ്വന്തം കൈ അവൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ വിടുവിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നിൽ ഒരൊറ്റ തുള്ളി കണ്ണുനീര് പോലും കവളിലൂടെ ഇങ്ങനെ ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെ നിവിൻ? എൻ്റെ അനുജത്തി നിലമോളുടെ ഓപ്പറേഷൻ നടത്തണം, അതിന് പണം വേണം. അച്ഛൻ മരിച്ചതിന് ശേഷം ഈ നാട്ടിൽ ജീവിക്കാൻ പോയിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല. വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കൈപ്പേറിയ കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മതിയെന്ന് തോന്നുന്നത് കൊണ്ടാണ് പോകുന്നത്. ഞാൻ പോവാമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് എന്നെ വിശ്വസിച്ച് എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് വരാനും റെഡിയായത്. അപ്പോൾ അവരൊക്കെ ഇട്ടേച്ച് ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നാണോ? നിവിൻ ആകെ തളർന്നുപോയി. കാവേരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിവിൻ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. കാവേരി മുന്നോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അകന്നു പോകുന്ന ആ ഒരു രൂപത്തെ നോക്കിയിട്ട് റോഡരികിൽ ഇങ്ങനെ തളർന്നു നിൽക്കുമായിരുന്നു നിവിൻ. അവൻ്റെ നെഞ്ചിലെ പ്രണയവും വേദനയും പുഷ്പവാടിയിലെ ആ വിജനമായ പാതയിൽ എങ്ങോ അങ്ങ് അലിഞ്ഞങ്ങ് ഇല്ലാതാവുകയാണ്. ഇതേ സമയം വീടിനുള്ളിൽ തുണികളും സാധനങ്ങളും ബാഗിലാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ശാരദയും മക്കളും. കുറെ കാലം കണ്ണീരും സന്തോഷവും പങ്കുവെച്ച ആ ചെറിയ വീടിൻ്റെ ഓരോ കോണും ഉപേക്ഷിച്ചു പോകുമ്പോൾ അവരുടെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. ഗംഗയും വിനീതും രാധമ്മയും യമുനും കുഞ്ഞു നിളമോളെല്ലാം തന്നെ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ മൂകമായിരുന്നു. ഭക്ഷണം മുന്നിൽ വെച്ചിരുന്നുവെങ്കിലും ആർക്കും അതൊന്നും തന്നെ തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എല്ലാം എടുത്തുവല്ലേടാ? വിനീത് കനത്ത ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. ആ, എല്ലാം എടുത്തു വിനീതേട്ടാ. ഗംഗ കണ്ണു തുറച്ചുകൊണ്ട് പറയാണ്. ബാഗുമെടുത്ത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ശാരദ വിറക്കുന്ന കൈകളോടുകൂടെ വീടിൻ്റെ പ്രധാന വാതിൽ പൂട്ടിൽ അമർത്തി അവരുടെ വിരലിലേക്ക് ഇങ്ങനെ കണ്ണീർ തുള്ളികൾ വീണിടുന്നുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവ് അരവിന്ദിന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ അമ്മയുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. ഇതേ സമയം തന്നെയാണ് കല്യാണ മണ്ഡപത്തിൽ നിവിനും രാഗിനും തമ്മിലുള്ള ആ ഒരു വിവാഹം നിശ്ചയിക്കുന്നത്. എല്ലാവരും പുറത്തു നിർത്തിയിരിക്കുന്ന ആ ഒരു കാറിനകത്തേക്ക് നടന്നു. കാവേരി ബാഗ് വണ്ടിയുടെ ആ ഒരു ഡിക്കിലേക്ക് വെക്കുകയാണ്. അവളുടെ ഉള്ളിലൊരു കനൽ ആലിക്കത്തുന്നുണ്ട്. സ്വന്തം അച്ഛൻ അരവിന്ദനുണ്ടാക്കിയ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്തുക്കളും പണവും മുഴുവൻ ചതിയിലൂടെ തട്ടിയെടുത്തത് ആ ജയപാലനാണ്.
ആ ചതി താങ്ങാനാവാതെയാണ് അച്ഛൻ മരിച്ചു വീണത്. അങ്ങനൊരു ചതിയൻ്റെ മുന്നിൽ തോറ്റ് കയ്യും കെട്ടി നാട് വിട്ടു പോകുന്നത് അച്ഛൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണെന്ന് അവൾക്ക് തോന്നിപ്പോവാണ്. കാവേരി പെട്ടെന്ന് തന്നെ നടപ്പങ്ങ് നിർത്തി തിരിഞ്ഞു നിന്നു. കാവേരി, എന്താണ് കയറുന്നില്ലേ? ശാരദാമ്മ ചോദിച്ചു. ഇല്ലമ്മേ. കാവേരിയുടെ കണ്ണിൽ ദേഷ്യവും ദൃഢവും നിറഞ്ഞു. നമ്മൾ ഇങ്ങനെ തോറ്റുപോകാനൊന്നും പാടില്ല. ആ ജയപാലിന്റെ കയ്യിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ പണം വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും പോകുന്നുള്ളൂ. ഞാൻ ഈ നാട് വിട്ടു പോകുന്നുള്ളൂ. കാവേരി, നീ എന്തായി പറയുന്നത്? വിനീത് പരിഭ്രമത്തോട് ചോദിച്ചു. അവിടെ ഇപ്പോൾ അവൻ്റെ മകളുടെ കല്യാണം നടക്കുക. അങ്ങോട്ടേക്ക് ചെന്നാൽ പോലീസും പ്രശ്നമൊക്കെ ആവും. ആ ആവട്ടെ വിനീതേട്ടാ, കാവേരി ഉറക്കെ പറഞ്ഞു. എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അച്ഛന് വേണ്ടിയിട്ട് ഈ പോരാട്ടത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മരിച്ചു വീഴേണ്ടി വന്നാൽ പോലും എനിക്ക് കുഴപ്പമില്ല. ആ ചതിയൻ്റെ മുന്നിൽ അച്ഛൻ്റെ പണത്തിനായിട്ട് ഞാൻ പോരാടുക തന്നെ ചെയ്യും. കാവേരിയുടെ വാക്കുകളിലെ തീപ്പൊരി കുടുംബത്തിൻ്റെ മുഴുവൻ രക്തത്തിൽ ഇങ്ങനെ പടർന്നു പിടിച്ചു. ഗംഗയും വിനീതും രാധമ്മയും യമുനയും ശാരദാമ്മയും എല്ലാവരും ഒരുപോലെ തന്നെ അവളോടൊപ്പം തന്നെ നിൽക്കാനും തീരുമാനിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവാനായി ഒരുങ്ങിയ ആ കാറ് നേരെ തിരിഞ്ഞത് നിവിൻ്റെയും രാഗിണിയുടെയും വിവാഹം നടക്കുന്ന ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്കായിരുന്നു. വിവാഹ മണ്ഡപം വലിയ അലങ്കാരങ്ങളും വിളക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരുന്നു. നാദസ്വരത്തിന്റെ ശബ്ദവും ആളുകളുടെ ബഹളവും അവിടെ നിറഞ്ഞു നിന്നു. ജയബാലനും ഭാര്യ പ്രവീണയും മകൻ വിശാലും സത്യബാലനും രാജേഷിനും എല്ലാം തന്നെ ഭയങ്കര സന്തോഷത്തോടെയും അഹങ്കാരത്തോടു കൂടെയും അതിഥികളെയൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ജയബാലിന്റെ മുഖത്ത് സ്വന്തം ചതികളെല്ലാം മറച്ചുവെച്ച ആ ഒരു കള്ളച്ചിരി തിളങ്ങി നിന്നു. മണ്ഡപത്തിൽ നിവിൻ മരവിച്ച മനസ്സോടു കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു വശത്ത് മണവാട്ടിയായിട്ട് രാഗിണി അഹങ്കാരത്തോടു കൂടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. നിവിന് ഇതൊരു ജീവനില്ലാത്ത ചടങ്ങ് മാത്രമായിരുന്നു. ഓരോ നിമിഷവും അവൻ കാവേരിയെ മാത്രമാണ് മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്നത്. പൂജാരി താലിയെടുത്ത് നിവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. താലി കെട്ടാനുള്ള മുഹൂർത്തമായി. നിവിൻ വിറക്കുന്ന കൈകളോടുകൂടെ ആ താലിയെടുത്ത് രാഗിണിയുടെ കഴുത്തിലേക്ക് അങ്ങ് അടുപ്പിച്ച് പിടിച്ചു. പ്രവീണയും ജയബാലനും ആവേശത്തോടു കൂടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. പെട്ടെന്നാണ് മണ്ഡപത്തിന്റെ ആ വലിയ തിരക്കിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങിക്കേട്ടത്. ജയബാല! അതൊരു അടിയന്തര മുന്നറിയിപ്പ് പോലെ തന്നെ ആ ഹാളാകെ മുഴങ്ങിക്കേട്ടു. നാദസ്വരം പെട്ടെന്നങ്ങ് നിലച്ചു. ഹാളിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകൾ ഇങ്ങനെ ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കി. താലി കെട്ടാൻ കൈയുയർത്തി നിവിൻ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ കൈകളങ്ങ് താഴ്ക്കാണ്. അവൻ്റെ കണ്ണിൽ പെട്ടെന്ന് തന്നെ വലിയൊരു സന്തോഷവും പ്രതീക്ഷയും മിന്നി മറഞ്ഞു നിന്നു. കാവേരി, അവൾ വന്നിരിക്കുന്നു. മണ്ഡപത്തിൽ നിന്നും ജയബാലൻ ദേഷ്യത്തോടു കൂടെ തന്നെ താഴേക്കിറങ്ങി വന്നു. കാവേരിയും കുടുംബവും യാതൊരുവിധ ഭയവുമില്ലാതെ മുന്നോട്ട് നടന്നു വരികയായിരുന്നു. കാവേരിയുടെ മുന്നിൽ വിനീതും ഗംഗയും പിന്നിലായി ശാരദയും മറ്റു കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഉറച്ച ചുവടുകളോട് തന്നെ നിലയുറപ്പിച്ചു നിന്നു. നീ എന്താണ് ഇവിടെ? എൻ്റെ മകളുടെ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണോ നീയും നിന്റെ ഈ തെണ്ടി കുടുംബങ്ങളൊക്കെ? ജയബാലൻ പല്ലെറുമ്പിക്കൊണ്ട് കാവേരിക്ക് നേരെ കൈ ഉയർത്തി. പക്ഷേ കാവേരിക്ക് മറുപടി പറയേണ്ടി വന്നില്ല. മണ്ഡപത്തിന്റെ പടികൾ കയറി SI ചാരുലതയും ഒരു സംഘം പോലീസുകാരും അങ്ങോട്ടേക്ക് കടന്നു വന്നു. മിസ്റ്റർ ജയബാലൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ചാരുലതയുടെ കടുപ്പമേറിയ ശബ്ദം അന്തരീക്ഷത്തിൽ വീണു. ജയബാലൻ ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കള്ളച്ചിരി ചിരിച്ചു. എന്താ മേഡം ഇത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അതിന് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ മേഡം? എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അറസ്റ്റ് വാറന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിസ്റ്റർ ജയബാലൻ. ചാരുലത ശാന്തമായി പറഞ്ഞു. മര്യാദക്ക് ഞങ്ങളോടൊപ്പം വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടി വരും. സത്യബാലൻ കോപത്തോടു കൂടെ മുന്നോട്ട് വന്നു. എന്താ മാഡം ഇത്? ഒരു കല്യാണം നടക്കുന്ന സമയത്ത് വന്ന് അറസ്റ്റ് എന്ന് പറയുന്നു. ആരുടെ കംപ്ലൈൻ്റ് ആയത്? കാവേരി തന്ന പരാതിയിലാണ് ഈ ഒരു അറസ്റ്റ് എന്ന് ചാരുലത വ്യക്തമാക്കി. ജയബാലൻ എച്ചിൽ ചിരിയോടുകൂടെ തന്നെ പറഞ്ഞു. മാഡം, ഇവളുടെയൊക്കെ വെറും വാക്ക് വിശ്വസിച്ചാണോ നിങ്ങൾ ഈ വന്നിരിക്കുന്നത്? നേരത്തെയും ഇവൾ സ്റ്റേഷനിൽ വന്നിട്ട് ഇല്ലാത്ത പരാതിയൊക്കെ തന്നപ്പോൾ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനൊക്കെയുള്ള തെളിവോടുകൂടെ തന്നെ ഇത്തവണ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ചാരുലത പറഞ്ഞു. തെളിവോ? ജയബാലൻ ഉറക്കെ അങ്ങ് ചിരിച്ചു. ഇവളുടെ അച്ഛൻ അരവിന്ദൻ എനിക്ക് വിറ്റ ഭൂമിയുടെ കാര്യത്തിൽ എന്ത് തെളിവാണ് ഇവൾക്ക് തരാനുള്ളത്? ഉണ്ട് ജയബാല, തെളിവുണ്ട്, കാവേരി വിളിച്ചു പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. ഹാളിന്റെ പ്രധാന കവാടത്തിലൂടെ 2 പേർ അങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു. ഒന്ന് ജയബാലിന്റെ സ്വന്തം തോട്ടൽ കാവൽക്കാരനും സഹായിയുമായിരുന്ന ശിവരാമൻ. രണ്ടാമത്തേത് അരവിന്ദന് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിന്റെ മാനേജറായിരുന്നു ജേക്കബ്. അവരെ കണ്ടപ്പോൾ ജയബാലിന്റെ മുഖത്ത് ചോര അങ്ങ് ഒലിച്ചു പോയതുപോലെ തോന്നി. മാഡം, ഇവൻ എൻ്റെ തോട്ടക്കാരൻ ശിവരാമനാ. ജയബാലൻ പരിഭ്രാന്തി മറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൻ എന്ത് പറയാനാ? എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നതായിരിക്കും അവന്. ഇല്ല ജയബാല, കാവേരി വിരൽ ചൂണ്ടി. ശിവരാമട്ടെ സ്റ്റേഷനിൽ വന്ന് നീ ചെയ്ത എല്ലാ ചതികളും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാരാണെന്നറിയാമല്ലോ, എൻ്റെ അച്ഛൻ്റെ ബാങ്ക് മാനേജർ ജേക്കബ് സർ. അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും എത്ര പണം നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി, നീ എങ്ങനെയൊക്കെ ആ പണം കൈക്കലാക്കിയെന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റൊക്കെ തന്നെ ഇയാൾ റിട്ടേൺ അയച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്.
കാവേരി ജയപാലിന്റെ അടുത്തേക്ക് നടന്നു. ഇത്തവണ നീ പെട്ടു ജയപാല. എല്ലാ ഫ്രോഡ് പരിപാടികളും കാട്ടിയിട്ട് നീ ഇവിടെ ഇങ്ങനെ പുഞ്ചിരിച്ച് മകളുടെ കല്യാണം നടത്തി നിൽക്കുവാണോ? സൂപ്പർ കാവേരി, വിനീത് ആവേശത്തോടെ അങ്ങ് പറഞ്ഞു. ജയപാലൻ കോപത്തോടു കൂടെ തന്നെ ശിവരാമന് നേരെ അങ്ങ് തിരിയാണ്. ശിവരാമ, കല്യാണത്തിന് നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നുടാ. ശിവരാമന്റെ കണ്ണിൽ ദേഷ്യം അങ്ങ് തിളങ്ങി. ആര്? നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്നോ? ഈ കല്യാണത്തിന് നിങ്ങൾ എന്നെ ക്ഷണിച്ചു പോലും ചെയ്തില്ലല്ലോ ജയപാല. കല്യാണത്തിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് വാടാ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞോ? ഇപ്പൊ എന്നെ അന്വേഷിച്ചു, കള്ളം പറയുന്നോ? ദേഷ്യം സഹിക്കാനാവാതെ ജയപാലൻ ശിവരാമന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിന് പിടിക്കാനാഞ്ഞു. അങ്ങോട്ടേക്ക് മാറി നിൽക്കടാ എന്ന് ചാരുലത ജയപാലനെ അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട് പറയാണ്. മാഡം, നമുക്ക് സംസാരിക്കാം. ജയപാലൻ ശബ്ദം താഴ്ത്തി. എല്ലാവരും അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം എന്നൊക്കെ പറയാണ് ജയപാലൻ. പറ്റില്ല, കാവേരി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് നിന്റെ സൗകര്യത്തിന് കാത്തു നിൽക്കാനൊന്നും സമയമില്ല. ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോയേ പറ്റൂ. നിന്റെ സൗകര്യത്തിനൊന്നും എനിക്ക് പറ്റില്ലടി, ജയപാലൻ അലറിക്കൊണ്ട് പറഞ്ഞു. ഹലോ മിസ്റ്റർ ജയപാലൻ. ചാരുലത മുന്നോട്ട് വന്നു. നിങ്ങളുടെ സൗകര്യത്തിന് ജോലി ചെയ്യാനല്ല ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. വെറുതെ ഒരാൾ എഴുതി തന്നു എന്ന് കരുതിയിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും. കാവേരി ശിവരാമനോട് പറഞ്ഞു. ശിവരാമേട്ടാ, ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയൂ, ഇയാൾ എൻ്റെ അച്ഛനോട് എന്താ ചെയ്തത് എന്ന്. ശിവരാമൻ സാക്ഷികളുടെ മുന്നിൽ വെച്ച് അതെല്ലാം തന്നെ ഉറക്കെ പറഞ്ഞു. ഓണത്തിന് അരവിന്ദ സർ നാട്ടിലെത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇയാൾ വ്യാജരേഖയുണ്ടാക്കി തോട്ടം സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. അരവിന്ദ സർ വിശ്വസിച്ച സ്വന്തം കൂട്ടുകാരന്റെ ചതി താങ്ങാനാവാതെ അങ്ങ് മരിച്ചു വീഴുമായിരുന്നു. ഇയാൾ ഒരു പച്ച ചതിയനാണ്. അതുവരെ അടക്കിപ്പിടിച്ച ശാരദയുടെ വിഷമം പെട്ടെന്നങ്ങ് കനത്തുപൊട്ടി ദേഷ്യമായി മാറി. ആ അമ്മ ചാടി എഴുന്നേറ്റ് ജയപാലിന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിപ്പിടിച്ചു. എൻ്റെ അരവിന്ദേട്ടനെ കൊന്നവനല്ലടാ നീയെ? ശാരദ നിലവിളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. മറ്റൊരാളുടെ സ്വത്തും പണവും ചതിച്ച് സ്വന്തമാക്കിയിട്ട് നിനക്ക് സുഖമായിട്ടിങ്ങനെ കഴിയാൻ പറ്റുമോടാ നിനക്ക്? ഈ കല്യാണം നടക്കുവോ? നിന്റെ മകൾക്ക് നല്ലത് വരുമോടാ ജയപാല? പ്രവീണ ഓടി വന്ന് ശാരദയുടെ കൈ ഇങ്ങനെ തട്ടിമാറ്റാൻ നോക്കി. കൈ എടുക്കടി ശാരദേ, നീ ആരുടെ ദേഹത്തായി കൈവച്ചതെന്ന് നിനക്കറിയാമോ? എൻ്റെ അരവിന്ദേട്ടനെ കൊന്ന് അദ്ദേഹം വാങ്ങിയിട്ട തോട്ടം ചതിച്ച് സ്വന്തമാക്കിയപ്പോൾ തോന്നാത്ത ദേഷ്യമാണോടി പ്രവീണെ നിനക്കിപ്പോൾ തോന്നുന്നത്? ശാരദ കണ്ണീരോടുകൂടെ തന്നെ അലറി. ഒരുത്തനും ഇവിടെ നിൽക്കരുത്, എല്ലാവരും പോയിക്കൊള്ളണം, ജയപാലൻ ആക്രോശിച്ചു. ദേ നോക്ക് ജയപാല, കാവേരി പറഞ്ഞു. ഇവിടെ നിന്ന് പോകേണ്ടത് ഞങ്ങളല്ല, നിന്നെ കൊണ്ട് പോവാനാ ചാരുലത മാഡം വന്നിരിക്കുന്നത്. ചാരുലത കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഒന്നുകിൽ ഇവരുടെ പണം കൊടുത്ത് തീർക്ക്, അല്ല എങ്കിൽ അറസ്റ്റ് വരിച്ചുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ കൂടെ പോര്. കാവേരി പെട്ടെന്ന് പറയുന്നുണ്ട്. മാഡം, എനിക്ക് ഇവൻ്റെ പണമൊന്നും വേണ്ട, ഇയാളെ അറസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഗംഗ കാവേരിയുടെ കൈകളിങ്ങനെ പിടിച്ചു. കാവേരി, നമ്മൾ ഈ നാട് വിട്ടു പോവല്ലേ? ഇപ്പോൾ തോട്ടം കിട്ടിയിട്ട് നമ്മളിനി എന്ത് ചെയ്യാനാ? അച്ഛൻ്റെ പണം തിരികെ കിട്ടിയാൽ മതി. നിലമോളുടെ ഓപ്പറേഷനാണ് പ്രധാനം. യമുനയുടെ കണ്ണ് നിറഞ്ഞ് നിവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരിൽ ചിലർ രാജേശ്വരിയോട് ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. രാജേശ്വരി, നിനക്കൊറ്റ മകനല്ലേ ഉള്ളൂ? നല്ല കുടുംബത്തിലെ പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലേ? ഇവനെയൊക്കെ എന്തിനാണ് ചതിച്ചത്? യമുന ദേഷ്യം സഹിക്കാനാവാതെ നിവിൻ്റെ ഷർട്ടിനങ്ങ് കുത്തിനി പിടിച്ചു. എന്തിനാണ് എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ചതിച്ചത് എന്ന് ചോദിക്കുകയാണ് യമുന. സത്യപാലൻ അപ്പോഴേക്കും ഓടി വന്ന് അവരെ അങ്ങ് തള്ളി മാറ്റി. എന്തിനാ ഇവൻ്റെ ദേഹത്ത് കൈവെക്കുന്ന? അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. രാഗിണി നിലവിളിച്ചു. എന്താ ഇവിടെ നടക്കുന്നത് അച്ഛാ? ഇതൊന്ന് അവസാനിപ്പിക്ക്. മോളെ, നീ മിണ്ടാതിരിക്ക്, നീ ഒരു കല്യാണ പെണ്ണാ. ജയപാലൻ്റെ മകൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ചാരുലത കർക്കശമായി ചോദിച്ചു. ജയപാലൻ ഇപ്പൊ പണം കൊടുക്കുന്നോ അതോ അറസ്റ്റ് ചെയ്ത് നിന്നെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ എന്ന്? മാഡം, എന്താണെങ്കിലും സംസാരിക്കാമെന്ന് ജയപാലൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറയാണ്. തൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് ശമ്പളം തരുന്നത് താനൊന്നുമല്ലല്ലോ. ചാരുലത പോലീസുകാരോട് പറയുന്നുണ്ട്. സോമേട്ട, ഇയാളെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയെന്ന്. പോലീസുകാരൻ ജയപാലിന്റെ കൈകളിൽ ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ പ്രവീണയും രാഗിണിയും വിശാലൊക്കെ തടയാൻ തുടങ്ങി. വിട്, എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ജയപാലൻ കാവേരിക്ക് നേരെ തിരിഞ്ഞു. നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി? ശാരദ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ നീ ഒരുപാടധികം സന്തോഷിച്ചതല്ലേ ജയപാല? എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ എന്തൊക്കെ ഒരു അഭിനയമായിരുന്നു. വീടില്ലാതെ ഞാൻ എൻ്റെ പെൺമക്കളെയും കൂട്ടിയിട്ട് തെരുവിൽ വന്നപ്പോൾ പോലും ഞങ്ങളുടെ അവസ്ഥ കണ്ട് അഹങ്കരിച്ചവനല്ലേ നീ? നിനക്കൊക്കെ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. നിനക്കൊന്നും ഒരിക്കലും നല്ലത് വരില്ല. അങ്ങനെ അവിടെ കൂടിയിരുന്ന ബന്ധുക്കളിൽ ഒരാൾ രാജേശ്വരിയോട് പറഞ്ഞു. ആ അമ്മയും പെൺമക്കളും വന്ന് ശപിക്കുക രാജേശ്വരി. ഒരു മകൻ്റെ കല്യാണം ഇങ്ങനെയൊക്കെയാണോ നീ നടത്തുന്നത്? ഇങ്ങനെ എത്ര പേരുടെ ശാപത്തിലാണ് നീ ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ശാരദ വീണ്ടും അലറി. നിന്റെ മകൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല. ഈ ശാപം തലമുറകളോളം നിന്നെ തന്നെ പിന്തുടരും. രാഗിണി ദേഷ്യം കൊണ്ട് വിറച്ചു. അച്ഛാ, ഇവളൊക്കെ ഇവിടെ നിന്നും ഒഴിവാക്കി വിട്. എനിക്ക് ഈ കല്യാണം നടക്കണം. പണം കൊടുക്കച്ചാ.
എനിക്ക് എങ്ങനെയെങ്കിലും നിവിനുമായിട്ട് ഒന്നിക്കണമെന്നൊക്കെ പറയാണ് രാഗിണി. ജയബാലൻ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണം തരാം മാഡം. അരവിന്ദൻ്റെ തോട്ടത്തിന് എത്രയാ പണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ തരാം. കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറയും. ഗംഗ പറയുന്നുണ്ട്, മാഡം ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോയേ പറ്റൂ, ഇപ്പം തന്നെ പണം കിട്ടണം. പെട്ടെന്ന് ചോദിച്ച ഉടനെ തന്നെ തരാൻ എനിക്കൊന്നും പോക്കറ്റിൽ പണമൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ജയബാലൻ തർക്കിച്ചു. ചാരുലത ശബ്ദമുയർത്തി, താൻ പണം തരുമോ ഇല്ലയോ? കാവേരി വീണ്ടും പറഞ്ഞു, മാഡം എനിക്ക് ഇവൻ്റെ പണം വേണ്ട, ഇയാളെ അറസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ വിനീതും ഗംഗയും ശാരദയും ചാരുലതയും കാവേരിയെ ഒരു വശത്തേക്കങ്ങ് മാറ്റി നിർത്തി സംസാരിച്ചു. എന്തിനാ കാവേരി നീ അയാളെ ജയിലിൽ പോകണമെന്നൊക്കെ പറയുന്നത്? വിനീത് ചോദിച്ചു. അയാൾക്ക് ശിക്ഷ വേണ്ടേ വിനീതേട്ടാ? കാവേരി പറയാണ്. ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതിയോ കാവേരി? ഗംഗ പറയുന്നുണ്ട്. അവൻ അധിക ദിവസമൊന്നും ജയിലിലൊന്നും കിടക്കില്ല, അവന് സ്വാധീനമുണ്ട്. നമുക്ക് നമ്മുടെ നിളമോളുടെ ഓപ്പറേഷൻ നടത്തണം, ഇപ്പം നമുക്ക് പണമാണ് പ്രധാനം. ചാരുലതയും പറഞ്ഞു, കാവേരി നീ മനസ്സിലാക്ക്, അയാൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും. ഇപ്പോൾ അച്ഛൻ്റെ പണം തിരികെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകുന്നതാ ബുദ്ധി. കാവേരി ഒടുവിൽ സമ്മതിച്ചു. ബാങ്ക് മാനേജർ ജേക്കബ് സാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ജയബാലൻ 50 ലക്ഷം രൂപയുടെ ചെക്കിൽ അങ്ങ് ഒപ്പിട്ട് നൽകി. ആ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ കാവേരിയും കുടുംബവും മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ യമുന ഇങ്ങനെ കണ്ണീരോട് കൂടെ തന്നെ നിവിനെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. നിവിൻ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുമായിരുന്നു. കാവേരിയും കുടുംബവും ഇറങ്ങിപ്പോയതോടുകൂടെ തന്നെ മണ്ഡപത്തിലാകെ ഒരു ശ്മശാന മൂകത പടർന്നു. രാജേശ്വരിയുടെയും സത്യപാലിന്റെയും ബന്ധുക്കൾ ഓരോരുത്തരായി എഴുന്നേറ്റു. ആ അമ്മയും പെൺമക്കളും ശപിച്ചിട്ടാ പോയത്. ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാനൊന്നും ഞങ്ങളില്ല എന്ന്. അവരവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. അതിഥികൾ ഓരോന്നോരോന്നായി പോകുന്നത് കണ്ടപ്പോൾ ജയപാലിന്റെ സകല നിയന്ത്രണവും വിട്ടു. അവൻ ദേഷ്യത്തോടു കൂടി തന്നെ നിവിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിലിങ്ങനെ പിടിച്ച് മണ്ഡപത്തിലേക്ക് തള്ളി. പോയി ഇരിക്കടാ അവിടെ, കല്യാണം നടക്കട്ടെ. പെട്ടെന്ന് തന്നെ രാജേശ്വരി കുതിച്ചെത്തി ജയപാലിന്റെ കയ്യങ്ങ് തട്ടി മാറ്റി. എടാ ജയപാല, രാജേശ്വരി അലറി. നിന്റെ വീട്ടിലെ നായ പിടിച്ച് തള്ളുന്നത് പോലെ തള്ള, ഇതെന്റെ മകനാടാ. എൻ്റെ മകനോട് മര്യാദക്ക് നീ പെരുമാറണം. സത്യപാലന് മുന്നോട്ട് വന്നു. നിന്റെ അഹങ്കാരം ഇത്തിരി കൂടുതൽ തന്നെയാ ജയപാല. എന്താ, ഞാൻ സ്ത്രീധനത്തിൽ കുറവൊന്നും വരുത്തില്ല സത്യപാല, ജയപാലൻ പറഞ്ഞു. നിന്റെ സ്ത്രീധനൊക്കെ ആർക്ക് വേണം? സത്യപാലൻ അങ്ങ് തുപ്പണേ. ഞങ്ങളുടെ കയ്യിൽ പണവും സ്വത്തും ഇല്ലാഞ്ഞിട്ടാണോ? ആരെയും ചതിച്ചുണ്ടാക്കിയ പണമൊന്നുമല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാ. രാഗിണി കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. അച്ഛാ, നീ ഇവനോട് മണ്ഡപത്തിൽ നിന്നും ഇരിക്കാൻ പറ, എനിക്ക് ഈ കല്യാണം നടക്കണം. രാജേശ്വരി രാഗിണിക്ക് നേരങ്ങ് തിരിഞ്ഞു. മിണ്ടി പോവരുത് നീ. കല്യാണ പെണ്ണ് എന്ന ബോധമില്ലാതെ അലറി വിളിക്കുവാനോടി നീ? എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ മകനോട് അനാദരവോടെ സംസാരിക്കുന്ന നീ നാളെ എൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് എനിക്ക് മനസ്സിലായി. നീ മാത്രമല്ല, നിന്റെ കുടുംബവും ചതിയന്മാരാണ്. സത്യപാലൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഈ കല്യാണം നടന്നാലല്ലേ അവൾ എൻ്റെ വീട്ടിലേക്ക് വരുള്ളൂ എന്ന്. നിവിൻ, നീ വാടാ. സത്യപാലനു രാജേശ്വരി നിവിന്റെ കൈപ്പിടിച്ച് കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി നടന്നു. നിവിൻ ഒരു വാക്ക് പോലും പറയാതെ ഉള്ളിലൊരു വലിയ ആശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി തന്നെയും അവരോടൊപ്പം അങ്ങ് നടന്നു പോവാണ്. നിവിൻ, പോകല്ലേ പോകല്ലേ നിവിൻ, രാഗിണി നിലവിളിച്ചുകൊണ്ട് പുറകെ ഓടിയെങ്കിലും സത്യപാലൻ അവളെ അങ്ങ് തള്ളി മാറ്റി. നിവിനെയും കൂട്ടി കാറിൽ കയറി പോവാണ്. മണ്ഡപത്തിൽ രാഗിണിയും ജയപാലനും പ്രവീണയും വിശാലൊക്കെ മാത്രം ബാക്കിയായി. രാഗിണി അവിടെ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പൂക്കളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞങ്ങ് പൊട്ടിക്കരഞ്ഞു. എനിക്ക് നിവിനെ തന്നെ വേണം അച്ഛാ, നിവിനല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ അലമുറയിട്ട് കരയായിരുന്നു രാഗിണി. ജയപാലിന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തി. ആ കാവേരി, അവളാണ് എൻ്റെ മകളുടെ ജീവിതം തകർത്തത്. അവൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞത്? അവൾ ഇനി എവിടെ പോയാലും ഞാൻ അവളുടെ പുറകെ തന്നെ ഉണ്ടാവും. അവളെയോ ആ കുടുംബത്തെയോ ഞാൻ ഇനി സുഖമായി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല. ഇതേ സമയം കാവേരിയും കുടുംബത്തെയും തിരിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി നിവിനും മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരം നഗരം വലിയ തിരക്കോടുകൂടെ തന്നെ ഒഴുകുകയായിരുന്നു. കാവേരിയും കുടുംബം താൽക്കാലികമായി കാവേരിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചത്. കയ്യിൽ ചെക്കുണ്ടായിരുന്നുവെങ്കിലും ബാങ്ക് നടപടികൾ പൂർത്തിയായി പണം കയ്യിൽ കിട്ടാൻ കുറച്ചധികം ദിവസങ്ങൾ എടുക്കുമായിരുന്നു. ഗംഗയും വിനീതും ചേർന്ന് ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു വാടകക്കട തിരയുകയായിരുന്നു. ഒപ്പം കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വാടക വീടും. പക്ഷേ അവർ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ദുരൂഹമായ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. അവരറിയുന്നുണ്ടായിരുന്നില്ല ജയബാലൻ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരുന്നുവെന്ന്. ജയബാലൻ തന്റെ പണവും ആൾബലവും എല്ലാം ഉപയോഗിച്ച് കാവേരിയും കുടുംബം പോകുന്ന വഴികളെല്ലാം തന്നെ ആളുകളെ സ്വാധീനിച്ചു. അവർ ചോദിച്ചു ചെല്ലുന്ന വീടുകളുടെ ഉടമസ്ഥക്ക് പണം നൽകിയിട്ടും ഭീഷണിപ്പെടുത്തിയൊക്കെ വാടകക്ക് ആ ഒരു വീട് കൊടുക്കുന്നതിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തി. അവർക്ക് ഒരു കട പോലും വാടകക്ക് കിട്ടരുത്, താമസിക്കാൻ ഒരു വീട് പോലും കൊടുക്കരുത്. തെരുവിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവരങ്ങ് തോറ്റു പോകണം. ജയബാലൻ തന്റെ ഗുണ്ടകളോട് നിർദ്ദേശിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അഞ്ഞിട്ടും ഒരു വീട് പോലും ശരിയാവാത്തതിനാൽ ശാരദയും കാവേരിയും വല്ലാതെ വിഷമിച്ചു. ഒടുവിൽ നഗരത്തിന്റെ ബഹങ്ങളിൽ നിന്നൊക്കെ അല്പം മാറി ശാന്തമായൊരു വഴിയിലൂടെ അവർ നടന്നു. അവിടെയാണ് അവർ ആ വലിയ ഒരു ബോർഡ് കണ്ടത്, ഗൗരി ശങ്കരം.
ഗൗരീശങ്കരം പഴമയുടെ പ്രൗഢി വിളിച്ചതോടുകൂടി തന്നെ വലിയൊരു നാലുകെട്ട് മന, വലിയ മരങ്ങളും പച്ചപ്പും നിറഞ്ഞ ആ ഒരു പറമ്പ്. ആ മനയുടെ വശത്തായി മനോഹരമായ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. അത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന പരസ്യം കണ്ടുകൊണ്ടാണ് കാവേരി ശാരദയും അങ്ങോട്ടേക്ക് കയറിയത്. പടിയെടുത്ത് വെക്കുന്നതും തന്നെ കാവേരിയുടെ മനസ്സിലൊരു അപരിചിതമായ വികാരം പടർന്നു. അവൾ ആ വലിയ മനയിലേക്ക് നോക്കി നിൽക്കെ തന്നെ മനസ്സിൽ മിന്നിമറിഞ്ഞ ഓർമ്മകൾ തടയാൻ കഴിഞ്ഞില്ല. അമ്മേ, കാവേരി പതുക്കെ പറഞ്ഞു. ഞാൻ ഈ വീട് മുൻപ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു അമ്മേ. നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് കാവേരി ശാരദയോട് പറഞ്ഞു. ശാരദ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു വയസ്സനായ അമ്മൂമ്മ വന്ന് നിൽക്കുന്നത്, ഗൗരീശങ്കരത്തിലെ മുത്തശ്ശി. ശാരദയും കാവേരിയും കണ്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് സ്നേഹമുള്ളൊരു പുഞ്ചിരി വിരുന്നു. ആരാ മക്കളെ, വാടക വീട് അന്വേഷിച്ച് വന്നതാണോ? മുത്തശ്ശി ചോദിച്ചു. അതേ മുത്തശ്ശി എന്ന് ശാരദ പറഞ്ഞു. വാ, അകത്തേക്ക് വാ. മുത്തശ്ശി അവരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് നടന്നു. മുത്തശ്ശനും അവിടെ ഉണ്ടായിരുന്നു. വിനീതനും പാവങ്ങളുമായ ആ കുടുംബത്തെ കണ്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഔട്ട് ഹൗസ് വളരെ മനോഹരമായിരുന്നു. ശാന്തമായൊരു അന്തരീക്ഷം. കാവേരി ശാരദയും ആ വീട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പെട്ടെന്നാണ് പ്രധാന മനക്കിൽ നിന്നും വലിയൊരു ബഹളം കേട്ടത്. ഗ്ലാസുകളൊക്കെ തകർന്നു വീഴുന്ന ശബ്ദം, ഒരാളുടെ അലർച്ചയും. ശാരദയും കാവേരിയും ഞെട്ടിപ്പോയി. അതെന്റെ പേരക്കുട്ടി നരേനാണ് എന്ന് മുത്തശ്ശി നിരാശയോടുകൂടെ പറഞ്ഞു. നരേൻ ഗൗരീശങ്കരത്തിലെ ശാപവാക്കുകളെ ഏറ്റുവാങ്ങി ജീവിക്കുന്ന കോപിഷ്ഠനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. മുത്തശ്ശൻ ആ കഥ പതുക്കെ പറഞ്ഞു. ഔട്ട് ഹൗസ് പണ്ട് നരേന്റെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ചാന്ദിനി എന്ന പെൺകുട്ടി താമസിക്കുന്ന വീടായിരുന്നു. അവരുമായിട്ടുള്ള വിവാഹത്തിന്റെ തലേ ദിവസം ചാന്ദിനിയും കുടുംബം ദുരൂഹമായി തന്നെ കാണാതായി. ആ വിവാഹം മുടങ്ങിയതോടുകൂടി തന്നെ നരന്റെ ജീവിതമാകെ തകർന്നു. അവന്റെ മനസ്സിൽ സ്നേഹം മുഴുവൻ ദേഷ്യമായി വെറുപ്പുമായി മാറി. അന്നു തൊട്ട് ആ ഔട്ട് ഹൗസ് ആർക്കും അങ്ങനെ വാടകക്കൊന്നും അവൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവനത് സമ്മതിക്കില്ല. കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടാണ് അവൻ തന്റെ പ്രതിഷേധമെല്ലാം അറിയിക്കുന്നത്. സാരമില്ല മക്കളെ, മുത്തശ്ശി പറഞ്ഞു. അവന്റെ ഉള്ളിലെ വിഷമം കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ വാടകയ്ക്ക് തരും. അകത്ത് നിന്നും നരേന്റെ അലർച്ച കേൾക്കാമായിരുന്നു. എങ്കിലും മുത്തശ്ശന്റെ ആ ഒരു വാക്ക് വിശ്വസിച്ച് കാവേരിയും കുടുംബവും ആ ഔട്ട് ഹൗസിൽ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ കാവേരിയും കുടുംബവും സാധനങ്ങളുമായിട്ട് ഇങ്ങനെ ഗൗരീശങ്കരത്തെ ഔട്ട് ഹൗസിലേക്ക് താമസം മാറാനെത്തി. ഗംഗയും വിനീതും ശാരദയും എല്ലാം തന്നെ സന്തോഷത്തോടു കൂടെ സാധനങ്ങൾ അകത്തേക്ക് മാറ്റുമായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തേക്ക് 2 വലിയ കാറുകൾ വന്ന് നിന്നത്. കാറിൽ നിന്നും ഇറങ്ങി വന്നത് വേറെ ആരുമായിരുന്നില്ല, ജയബാലൻ. കൂടെ അവന്റെ ചില ഗുണ്ടകളും ഉണ്ടായിരുന്നു. ജയബാലൻ അഹങ്കാരത്തോടുകൂടി മുറ്റത്തേക്ക് കയറി വന്നു. എന്താടാ ഇവിടെ? എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ ഇവിടെ താമസം തുടങ്ങിയോ? ശാരദ ഭയത്തോടുകൂടെ പിന്നോട്ട് മാറി. കാവേരി വിനീതും മുന്നോട്ട് വന്നു. ജയബാല, നീ എന്തിനാ ഞങ്ങളെ ശല്യം ചെയ്യുന്നത്? നിന്റെ പണം ഞങ്ങൾ വാങ്ങിയത് ഞങ്ങളുടെ അച്ഛന്റെ സ്വത്തിന് പകരമായിട്ടാ, കാവേരി വിളിച്ചു പറഞ്ഞു. മിണ്ടി പോവരുത്, ജയബാലൻ അങ്ങ് അലറി. നിങ്ങളുടെ ഈ നഗരത്തിൽ ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ബഹളം കേട്ട് ഗൗരീശങ്കരത്തിലെ മുത്തശ്ശിയും പൂമുഖത്തുനിന്നും ഇറങ്ങി വന്നു. ആരാടോ താനെ? എന്റെ പറമ്പിൽ വന്ന് ബഹളമുണ്ടാക്കാൻ തനിക്ക് എന്ത് അവകാശമുള്ളത്? കിഴവാ, നീ മിണ്ടാതിരിക്ക്, ജയബാലൻ അങ്ങ് ഗർജിച്ചു. ഇവർക്ക് ഈ വാടകയ്ക്ക് വീട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഇവരെ ഇവിടെ നിന്നും ഇറക്കി വിടണം. ഇതെന്റെ വീടാണെന്ന് മുത്തശ്ശൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടോ? മുത്തശ്ശൻ ഉറച്ച മറുപടി കേട്ടപ്പോൾ ജയബാലന്റെ സകല നിയന്ത്രണങ്ങളും അങ്ങ് വിട്ടു. അഹങ്കാരം മൂത്ത ജയബാലൻ പെട്ടെന്ന് തന്നെ മുന്നോട്ടാഞ്ഞു. ആ മുത്തശ്ശനെ അങ്ങ് ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിനി പിടിക്കാണ്. എന്താണ് വൃദ്ധ വലിയ അഹങ്കാരം കാണിക്കുന്നത്? മുത്തശ്ശ, കാവേരിയും കുടുംബവും അങ്ങ് നിലവിളിച്ചു. പക്ഷേ ആ നിമിഷം ഗൗരീശങ്കരത്തിന്റെ വലിയ വാതിലങ്ങ് തള്ളി തുറന്ന് ഒരാളങ്ങ് പുറത്തേക്ക് കുതിച്ചു കയറി വന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ. സ്വന്തം മുത്തശ്ശന്റെ ദേഹത്ത് ഒരു അപരിചിതൻ കൈവെക്കുന്നത് കണ്ട് നരന്റെ കണ്ണുകളിങ്ങനെ രക്തം മാർന്നു. അവൻ ഒറ്റ കുതിപ്പിനങ്ങ് പടികൾ ചാടി ഇറങ്ങി വന്നു. ജയബാലൻ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ തന്നെ നരൻ വാവിൽ നിന്നങ്ങ് ഉയർന്നു ചാടി ഒറ്റ റണ്ണിങ് കിക്കാൻ കൊടുക്കണേ. ഒരു വലിയ നിലവിളിയോടുകൂടി തന്നെ ജയബാലൻ മുറ്റത്ത് ആ ഒരു ചെരൽക്കല്ലിലേക്ക് അങ്ങ് തെറിച്ചു വീണു. അവന്റെ വായിൽ നിന്നും ചോര പൊടിഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ഗുണ്ടകൾ ഭയന്നു വിറച്ച് പിന്നോട്ട് മാറി. ചെരക്കല്ലുകൾ കിടന്ന് പിടിയുന്ന ആ ഒരു ജയബാലന്റെ നെഞ്ചിലേക്ക് നരേൻ സ്വന്തം കാലങ്ങ് അമർത്തി വെച്ചു. അവന്റെ കണ്ണിൽ ദേഷ്യത്തിന്റെ അഗ്നിജ്വാലകൾ പടരുന്നുണ്ടായിരുന്നു. കാവേരി, ശാരദയും ഗംഗയും വിനീതൊക്കെ വാ പൊത്തി ഞെട്ടലോടെയും അത്ഭുതത്തോടുകൂടിയും ആ ഒരു കാഴ്ച കണ്ടു നിന്നു. കാവേരിയുടെ കണ്ണുകൾ നരന്റെ മുഖത്തേക്ക് നീണ്ടു നിന്നു. ഒരു വശത്ത് തങ്ങളുടെ ജീവിതനഗരത്തെ ജതിയൻ ജയബാലൻ നിലത്ത് കിടന്നിങ്ങനെ പിടയുന്നു. മറുവശത്ത് തങ്ങളുടെ കാവൽക്കാരനായി രക്ഷകനായി മാറിയ നരേൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. അങ്ങനെ ഗൗരീശങ്കരത്തിന്റെ മുറ്റത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഒരു അടിപൊളി രംഗമായിട്ട് കാണുന്നത്. ഇനി ഏതായാലും വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.